ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സൂര്യ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത ദേശത്ത് ഒരു മാരിമ്പൂച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് കുമ്പമെല്ലാം നിറയ്ക്കാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളെല്ലാം നടന്നത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് മാരിമ്പൂജയാണ് കേട്ടോ. വീടിൻ്റെ അടുത്തല്ല, അപ്പുറത്തെ ദേശത്തിൽ ഒരു മാരിമ്പൂജയാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളമുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഇവർ ഈ ദൈവത്തിനൊക്കെ ഇതാക്കുക, കുമ്പം നിറയ്ക്കുക അങ്ങനെയൊക്കെ പറയും. അറിയായിരിക്കും ചിലവർക്ക് അറിയില്ല. അപ്പോൾ അത് ഇപ്പോൾ കാണുന്നതാണ് കേട്ടോ കുമ്പം നിറയ്ക്കൽ. അതിനെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് പൂവും അങ്ങനെയൊക്കെ കൊണ്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് അതിൻ്റെ ഒരു രൂപമൊക്കെ വെച്ച് അതിന് അതിനും ഡെക്കറേഷനൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും അത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പുറത്തെ ഡോള് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നടക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ അയ്യോ എപ്പോഴാണ് വീട്ടിൽ പോവുക, അയ്യോ വീട്ടിൽ ലൈറ്റിടുക, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് എന്തോ ഒരു വലിയൊരു കാര്യം പോലെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ ഇത് അവർക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നൈറ്റായി. അവർ വരാൻ തന്നെ വൈകിട്ടുണ്ടായിരുന്നു, ചൂടും വെയിലൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇതിനെ ഇത്രയും ഇതാക്കി. പിന്നെ അവർ ഇങ്ങനെ എന്തോ പാട്ടൊക്കെ പാടിയിട്ട് ഇതിനെ എടുത്തിട്ട് ഇതാക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി, അപ്പോൾ കുമ്പക്കളി ഉണ്ട് കേട്ടോ. കുമ്പക്കളി കാണാത്തവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അറിയണവരുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ മറ്റേ മാങ്കുയിലേ പൂങ്കിലേ ആ പാട്ടിലൊക്കെ ഉള്ള ആ ഒരു കളിയാണ് കുമ്പക്കളി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഓരോ ഇങ്ങനെ തലയിലുള്ള ഇത് വെച്ചിട്ട് എത്ര നല്ലൊരു കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുട്ടിയാണ് കുമ്പം എടുത്തിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ കുട്ടിയുടെ ബാക്കിൽ ഇങ്ങനെ പോവുകയാണ്. കുമ്പെല്ലാം നിറച്ച് കഴിഞ്ഞു അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവൻ ഏട്ടനാണോ അനിയനാണെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ എന്തോ +2 എന്തോ പഠിക്കാനാണ് പറഞ്ഞത്. എന്തായാലും ആ കുട്ടി കുമ്പൊക്കെ എടുത്തിട്ട് പോയി. ഡോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. പിന്നെയും കുമ്പക്കളിയാണ് മെയിനായി കാണാനുള്ളത്. കാരണം അധികമൊന്നും ഇവിടെ ഇങ്ങനെ കാണാറില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഇടയായിട്ട് ഇതിൽ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം അങ്ങനെയായിട്ടാണ് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുമ്പക്കളി തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു അമ്പലം, ശിവൻ്റെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഫ്രണ്ടിലെല്ലാം ഡോളെല്ലാം കിട്ടി. പിന്നെ അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നമ്മുടെ അവിടെ ഇങ്ങനെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കണ്ടിരിക്കില്ല. അപ്പോൾ അതന്നെയാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ പറയണ പോവാം, സമയമായില്ല ഇപ്പം തന്നെ. ഇത് അമ്പലത്തിൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഈ അമ്പലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ അമ്പലം വരെ വന്നു. അപ്പോൾ അമ്മ പറയും പോവാം അങ്ങനെ കൊണ്ട് വരാം. പിന്നെ എനിക്ക് കുമ്പക്കളി അവർ കളിക്കണം, ആ സാധനം തലയിൽ നിന്ന് അനങ്ങുന്നില്ല, അത് വീഴുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എങ്ങനെയാണ് കളിക്കുന്നത്. പിന്നെ ഈ കളിക്കുന്നവരെല്ലാം മാരീഡാണ്. അപ്പോൾ ഇവരിങ്ങനെ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ ഇതിനൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു.